1/2 കപ്പ് രാജ്മ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 8 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. കുതിർന്ന നമ്മുടെ രാജ്മ എടുത്ത് ഒരു കുക്കറിലാക്കിയിട്ട് നികക്കെ വെള്ളം ഒഴിച്ച് അത് വേകുന്നിടം വരെ അല്ലെങ്കിൽ ഒരു 6-7 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത നമ്മുടെ ഈ രാജ്മ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലാക്കിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയറും കൊണ്ടൊക്കെ ഉണ്ടാക്കാറുള്ള ആ സ്നാക്കില്ലേ, അതേപോലെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. സംഭവം ഏതായാലും കിടു എന്ന് പറയാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ രാജ്മ. സാധാരണ എല്ലാവർക്കും രാജ്മ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാറില്ല. ഞാൻ ഏതായാലും ഇതുപോലൊരു പരീക്ഷണം ചെയ്തു. സംഭവം അടിപൊളിയാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടിരുന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.